ലോകത്തിന് ആധ്യാത്മിക തേജസ്സും സ്നേഹവും കാരുണ്യവും പകർന്നു നൽകി മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദക്ഷിണ ഭാരത പര്യടനത്തിന് തുടക്കമാവുന്നു. നാളെ തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവ ചടങ്ങാണ് ആദ്യ പരിപാടി. കൊല്ലത്തെ അമൃതപുരിയിൽ നിന്നും തീർത്ഥയാത്രയിൽ മാതാ അമൃതാനന്ദമയി ദേവിയോടൊപ്പം സന്യാസിനി ശ്രേഷ്ഠരും ആശ്രമാന്തേവാസികളും പങ്കുചേരും. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വത്തിലൂന്നി ആധ്യാത്മിക ഉണർവിനൊപ്പം ജീവിത മൂല്യങ്ങളും സ്നേഹവും പകർന്നു നൽകിയാണ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഈ തീർത്ഥയാത്ര. ആത്മീയവും പ്രായോഗികവുമായ വലിയ അനുഭവപാഠങ്ങളാകും ഈ യാത്ര ഓരോരുത്തർക്കും നൽകുക. നാളെ തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന വാർഷികാഘോഷമായ അമൃതോത്സവം മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടക്കും. മഠത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സത്സംഗം, ധ്യാനം, വിശ്വശാന്തി പ്രാർത്ഥനകൾ, ഭജന എന്നിവയുണ്ടാകും. തുടർന്ന് ദർശനവും നടക്കും. രാത്രി വൈകിയും ദർശനം തുടരും. അമൃതോത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജയും മറ്റു വിശേഷാൽ പൂജകളും നടക്കും. 2 ദിവസവും 3 നേരം അന്നദാനവും ഉണ്ടാകും. തുടർന്ന് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദക്ഷിണ ഭാരത പര്യടനം. പൂർണ്ണമായും റോഡ് മാർഗമുള്ള യാത്രയിൽ വലുതും ചെറുതുമായ വാഹനങ്ങളിലായി 1000-ൽ പരം പേർ പങ്കെടുക്കും. ഈ മാസം 11-ന് തമിഴ്നാട് നാഗർകോവിലിൽ നടക്കുന്ന പൊതുപരിപാടിയിലും മാതാ അമൃതാനന്ദമയി ദേവി പങ്കെടുക്കും. ഓരോ യജ്ഞനഗരിയിലേക്കും ആവശ്യമായ സാധന സാമഗ്രികളും പാചക സംവിധാനങ്ങളും അടക്കം സർവ്വവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് തീർത്ഥയാത്ര. യാത്രയ്ക്കിടെ പലയിടത്തും ധ്യാനം, സത്സംഗം, ഭജന എന്നിവയും ഉണ്ടാകും. ഓരോ യജ്ഞവേദിയിലും പ്രകൃതി സംരക്ഷണത്തിനായുള്ള പ്രത്യേക കരുതലുമുണ്ട്. ജനം, കൊല്ലം.